ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് കഞ്ഞിയുടെയും ജിയുടെയും അരങ്ങേറ്റമാണ്. ഗുരുവായൂർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടത്. രാവിലെ തന്നെ ഇപ്പോൾ നമ്മൾ 6 മണിക്ക് ഇവിടുന്ന് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് വീട്ടിൽ നിന്ന്. പക്ഷേ കനി സാധാരണ ദിവസങ്ങളിൽ പെട്ടെന്ന് എഴുന്നേൽക്കുന്നതാട്ടോ, ഒരു വിളി വിളിക്കുമ്പോൾ തന്നെ. പക്ഷേ ഇന്ന് കനിക്ക് ഭയങ്കര ഉറക്കം. വാവച്ചിയാണെങ്കിൽ വേഗം എണീറ്റ് റെഡി ആയിക്കുന്നു. വാവച്ചിക്ക് പേടി, ഇനി എങ്ങാനും ഇവർ കൊണ്ടുപോകാതെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം എണീറ്റ് റെഡി ആയിക്കുന്നു. കനി എണീറ്റ് കുളിച്ച്, എന്നിട്ടും കനിക്ക് ഉറക്കം മാറിയിട്ടില്ല. കനി ഭയങ്കര ക്ഷീണമായിട്ട്. അങ്ങനെ പിന്നെ കട്ടൻ ചായയൊക്കെ കൊടുത്തു. പക്ഷേ കനിക്ക് കട്ടൻ ചായ കുടിച്ചില്ല. ജിയ പിന്നെ ഭയങ്കര ഉഷാറിൽ എണീറ്റ് പെട്ടെന്ന് കുളിയും ഒക്കെ കഴിഞ്ഞു. ഭയങ്കര ഉഷാറിലാണ് അവൾ. കനി ഇങ്ങനെ ഒരുമാതിരിയായിട്ടിരിക്കുകയാണ്, ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട്. പിന്നെ ഒരു ആപ്പിളൊക്കെ കഴിച്ചു, ഉഷാറായി. അങ്ങനെ നമ്മൾ കൊണ്ടുപോകാനുള്ള ബാഗും കവറുകളൊക്കെ റെഡിയാക്കി വണ്ടി വന്നിട്ടുണ്ട്. റെഡിയായി പോകാൻ വേണ്ടി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയാണ് കേട്ടോ. കനിക്ക് ഇപ്പോഴും കുറച്ചിങ്ങനെ ക്ഷീണവും അസ്വസ്ഥതയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി നമ്മളെ യാത്ര ചെയ്ത് ആരംഭിച്ചു. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ലാണ്ട് ഞങ്ങൾ നല്ല സ്പീഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എവിടെയും ബ്ലോക്കോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല, പെട്ടെന്ന് തന്നെ എത്തി. അങ്ങനെ നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളവിടെ ടീച്ചർ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി നമ്മൾക്ക് അറിയില്ലല്ലോ സ്ഥലം. അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഇവർ റെഡിയാവാൻ വേണ്ടിയുള്ള റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ ടീച്ചർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതാണ് ഗായ്സ് ടീച്ചർ, കനിയുടെ ഡാൻസ് ടീച്ചറാണ്, എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുമാണ്. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഏരിയ ഒക്കെ കാണിച്ചു തന്നു. നമ്മൾ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ഈ വരുന്നത് സതീഷ് ഏട്ടൻ, ജോബിനി എന്നാണ് ടീച്ചറുടെ പേര്. ജോബിനി ടീച്ചറെ ഹസ്ബൻഡാണ് കേട്ടോ. നമ്മുടെ മേക്കപ്പ് മാനും കൂടിയാണ് ഡാൻസിൻ്റെ. അങ്ങനെ നമ്മൾ ബാഗും നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാനുള്ള അവിടെ ഒരു സ്ഥലം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കയറി. പിന്നെ ഇതാണ് കേട്ടോ മേക്കപ്പ് ചെയ്യാനുള്ള അവരുടെ ഒരു സ്ഥലം. പിന്നെ അവിടെ കയറി നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ വെച്ചു. ഇനി നമ്മളിവരെ വഴിപാടിന് വേണ്ടി നമ്മൾ ഒരുക്കാൻ പോവുകയാണ് കേട്ടോ, രണ്ടാളെയും. അരങ്ങേറ്റത്തിന് മുന്നായിട്ട് കണ്ണന് കദളിപ്പഴവും പട്ടും താമരപ്പൂവും കണ്ണന് കുട്ടികളുടെ വകയായിട്ട് വഴിപാട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം അതിനു വേണ്ടി അവരെ റെഡിയാക്കുകയാണ്. നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ടിട്ടുള്ള നോർമൽ ഡ്രസ്സിലാണല്ലോ വന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട്
ഇപ്പോൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി അവർ റെഡി ആവുകയാണ് വഴിപാടിന് വേണ്ടി. കനിയും ചെയ്യാൻ ഇപ്പോൾ ഭയങ്കര ഉഷാറിലാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കനിക്കും ജിയക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്, ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. എന്താ ചെറിയ കുട്ടികളിൽ എന്താ ഇപ്പോൾ നടക്കാൻ പോണേ, അതിൻ്റെയൊക്കെ ഭയങ്കര എന്താണ് ഇവിടെ സംഭവിക്കണമെന്നൊക്കെ ഉള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അവർ. അങ്ങനെ അവർ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ ജോബിന് ടീച്ചറും ഉണ്ട് കൂടെ. അപ്പം നമ്മൾക്ക് അതൊന്നും അറിയാത്തതുകൊണ്ട് ജോബിന് ടീച്ചർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സഹായിക്കാൻ വേണ്ടി നമ്മളെ കൂടെ വന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി വഴിപാടൊക്കെ നടത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കനി ഇതെല്ലാം ഇങ്ങനെ വീക്ഷിക്കുകയാണ്, ഇതെന്താണ് സംഭവം എന്നുള്ളതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എല്ലാം. തിരിച്ചിറങ്ങി കേട്ടോ. അപ്പം കന്നി അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കന്നീൻ്റെ അടുത്ത് ചോദിച്ചു, കന്നി എന്താ പ്രാർത്ഥിച്ചത്? ഒന്നുമില്ല അമ്മച്ചി, ഞാൻ നല്ലോണം കളിക്കാൻ പറ്റണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചത് പറഞ്ഞു.
അങ്ങനെ നമ്മൾ വീണ്ടും വഴിപാടൊക്കെ കഴിഞ്ഞ് നമ്മൾ മേക്കപ്പ് ചെയ്യാനുള്ള റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് ഹാളിലെത്തിയിട്ടുള്ളൂ മേക്കപ്പിൻ്റെ. എന്നിട്ടിപ്പോൾ അവരുടെ ഡാൻസിൻ്റെ യൂണിഫോം ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അവർക്കിപ്പോൾ പക്കമേളക്കാരൊക്കെ ഇപ്പോൾ വരും. അപ്പോൾ അതിനു വേണ്ടി അവർ ഡാൻസിൻ്റെ പ്രാക്ടീസ് സെഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും അതിനു വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. എല്ലാ അമ്മമാരും എല്ലാ കുട്ടികളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എന്നുവെച്ചാൽ കുറേ കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ദിവസം ഇങ്ങനെ ഇപ്പോൾ അത് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. അപ്പോൾ പക്കമേളക്കാർ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് നമ്മളെന്തായാലും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ പഴയയിടത്തേക്ക് കേട്ടോ പോയത്. അപ്പം നമ്മൾ കയറിയപ്പം കുറച്ച് പിള്ളേരും പാരൻസൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി. കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടുത്തെ കോഫി ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കോഫി, ഞാനൊരു ഭയങ്കര ഒരു കോഫി ലവറാണ്. കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഫുഡ് കഴിക്കാനെത്തി. നമ്മൾ ഓർഡർ കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ടീച്ചർ വിളിക്കുന്നുണ്ടായിരുന്നു, പക്കമേളക്കാർ വന്നിട്ടുണ്ട്, നിങ്ങളെന്തായാലും ഒന്ന് സ്പീഡാക്കിയിട്ട് വേഗം വായോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം തനിക്കും ചെയ്യേക്കും ഫുഡ് കൊടുത്തിട്ട് ഞാൻ വേഗം അവരെ വീണ്ടും നമ്മൾ മേക്കപ്പിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു പ്രാക്ടീസിന് വേണ്ടി. പക്കമേളക്കാരെല്ലാവരും റെഡിയാണ്. അങ്ങനെ പ്രാക്ടീസ് സെഷനാണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ 27 കുട്ടികൾ 3 ടീമായിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഏറ്റവും ചെറിയ ടീമിൻ്റെ റിഹേഴ്സലാണ് കേട്ടോ നടക്കുന്നത്. ശരിക്കും ഇപ്പോൾ നമ്മൾ പാട്ട് അവർ കേട്ടിട്ടാണ് ഇതുവരെ റിഹേഴ്സലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് പക്കമേളക്കാർ ഇങ്ങനെ പാട്ട് പാടി. ആദ്യം ഒരു ചെറിയ കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ അതിനോടൊക്കെ സിങ്കായി അടിപൊളിയായിട്ട് എല്ലാവരും കളിച്ചു കേട്ടോ. എല്ലാ മക്കളും നന്നായിട്ട് കളിച്ചു. അപ്പോൾ ഗായ്സ്, എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.